എനിക്ക് തോന്നി എൻ്റെ ബാക്കി വരുന്ന ആളെന്നെ അടിക്കാറായിരുന്നു. അപ്പം ഞാൻ സ്പീഡ് എടുത്ത് എൻ്റെ സ്പീഡ് എടുത്ത് ഞാൻ ഓടി. ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വെക്കാൻ ഇവക്കൊരു വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ റെക്കോർഡ് ബ്രേക്ക് ആണെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാന്നുള്ളത്. കേരള സ്കൂൾ അത്ലറ്റിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ വേഗറാണിയായ ദേവപ്രിയ മെഡലുമായി തിരികെ എത്തുമ്പോൾ തന്റെ പുതിയ വീടിനും അവിടെ തറക്കല്ലിടുകയാണ്. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് ദേവപ്രിയയ്ക്കും ദേവനന്ദയ്ക്കും പുതിയ വീട് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ചെറുപ്രായത്തിനുള്ളിൽ വാരിക്കൂട്ടിയ സമ്മാനങ്ങൾ ഏറെയാണ്. എന്നാൽ ഇവ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ കട്ടിലിനടിയിലും തട്ടിൻമുകളിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീട്ടിലാണ് 7 അംഗ കുടുംബം താമസിക്കുന്നത്. ഇടുക്കി കാൽവരി മൗണ്ട് സ്വദേശികളായ ദേവപ്രിയയും ദേവനന്ദയും ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ നിന്നാണ് റെക്കോർഡുകൾ തിരുത്തി കുറിക്കുന്നത്. അപകടത്തെ തുടർന്ന് പരിക്കുണ്ടായതിനാൽ മരംവെട്ട് തൊഴിലാളിയായിരുന്ന അച്ഛൻ ഷൈബുവിന് സ്ഥിരമായി പണിക്ക് പോകാനാകില്ല. അമ്മ ബിസ്മി ബാങ്കിൽ താൽക്കാലിക ജീവനക്കാരിയാണ്. തുച്ഛ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നതും ഇരുവരുടെയും പരിശീലനത്തിനും മറ്റുമുള്ള പണം കണ്ടെത്തുന്നതും. ബറീസാവ് നേരിട്ട് വിളിച്ചു എന്നോട് പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഒരു പ്ലാറ്റ്ഫോം ആക്കാനുള്ള ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുക എത്രയും പെട്ടെന്ന് തന്നെ. അതായത് അവൾ വന്ന് ഇവിടെ ഇറങ്ങുന്ന അന്ന് തന്നെ തറക്കല്ലിടാനുള്ളൊരു സംഭവം. അതെനിക്കൊരു വിശ്വാസം പൂർണ്ണമായിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ വീട് പണിത് നൽകാൻ CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. അതൊരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് വന്നതാണ്. ഇപ്പോൾ അവിടെ ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങൾ വന്നതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സമ്മാന തരത്തിലാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിലെ വേഗറാണിയാണ് ദേവപ്രിയ. ഹൈജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സഹോദരി ദേവനന്ദയും ഒപ്പമുണ്ട്. ഇരുവരും തിരികെ എത്തുന്നത് പുതിയ വീടെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ്.